MS സൊല്യൂഷൻ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ഷുഹൈബ് അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്ര സമയമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്? ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ CEO ഷുഹൈബ് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. അല്പസമയത്തിന് മുമ്പ് ഷുഹൈബ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് ഷുഹൈബ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷുഹൈബിനെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് അരമണിക്കൂറിലധികമായിരിക്കുന്നു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്? CEO മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുള്ളത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 25 വരെ ഹൈക്കോടതി നിർദ്ദേശമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഷുഹൈബ് സമീപിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി ഷുഹൈബിന് മുന്നിൽ വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷുഹൈബ് ഇന്ന് MS സൊല്യൂഷൻ CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുകയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം മൊഴിയെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞെങ്കിൽ പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 അധ്യാപകരെ അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അധ്യാപകരുടെ മൊഴി എന്ന് പറയുന്നത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അധ്യാപകരുടെ മൊഴി എന്ന് പറയുന്നത് ഷുഹൈബ് എന്താണോ എഴുതി തയ്യാറാക്കി തന്നത് അത് പ്രസന്റ് ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നൊരു മൊഴിയാണ് ഈ അറസ്റ്റിലായ 2 അധ്യാപകരും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് ഷുഹൈബിനെ മൊഴിയെടുക്കുവാൻ ഷുഹൈബിനെ ലഭിക്കണം, ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഷുഹൈബിനെ തങ്ങൾക്ക് വേണം എന്നൊരു കാര്യം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു ഉത്തരവ് കോടതി ഇറക്കിയിട്ടുള്ളത്. എന്തായാലും മൊഴിയെടുക്കൽ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി വ്യക്തമാക്കിയത് ഈ മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും, അതിനുശേഷം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നൊരു കാര്യം തന്നെയാണ് മൊയ്തീൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഷുഹൈബിന് ഇത്തരത്തിൽ ഈ ചോദ്യ പാറ്റേണുകൾ എങ്ങനെ കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ മൊഴിയെടുപ്പിൽ നിന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഷുഹൈബ് അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് താൻ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഷുഹൈബ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഷുഹൈബ് അല്പസമയത്തിന് മുൻപ് എത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 അധ്യാപകരുടെ മൊഴി പ്രധാനപ്പെട്ടതാണ്. ഷുഹൈബ് എന്ത് എഴുതി തയ്യാറാക്കിയോ അതാണ് തങ്ങൾ പ്രസന്റ് ചെയ്തത് എന്ന് തന്നെയാണ് 2 അധ്യാപകരുടെ മൊഴി. എന്തായാലും അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 25-ന് കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദേവിക, ശരി.